പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് 26-കാരിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് അറസ്റ്റിലായി. മലപ്പുറം സ്വദേശി വൈഷ്ണവിയുടെ മരണത്തിലാണ് കാട്ടുകുളം സ്വദേശി ദീക്ഷിത്തിനെ അറസ്റ്റ് ചെയ്തത്. വൈഷ്ണവിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തിലായിരുന്നു കൊലപാതകം. പ്രതിക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി. വ്യാഴാഴ്ച രാത്രിയാണ് വൈഷ്ണവിയെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ എത്തിച്ചത്. ഭർത്താവ് ദീക്ഷിത് തന്നെയാണ് യുവതിയെ മാങ്ങാട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിയതിന് പിന്നാലെ വൈഷ്ണവി മരിച്ചു. ദീക്ഷിത് തന്നെയാണ് വിവരം വൈഷ്ണവിയുടെ ബന്ധുക്കളെയും അറിയിച്ചത്. വൈഷ്ണവിയുടെ മരണത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു. യുവതി മരിച്ചത് ശ്വാസമുട്ടിയാണെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതോടെ ദീക്ഷിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. ചെറിയ സംശയങ്ങളുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ ഫോറൻസിക് ഡോക്ടറെ കൊണ്ട് പരിശോധിച്ച് പോസ്റ്റ്മോർട്ടം നടത്താനുള്ള നടപടികൾ സ്വീകരിച്ചു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതൊരു സ്മോദറിംഗ് ആയിട്ട് ഉള്ള സംഭവമാണെന്ന് തെളിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്ത്രീയുടെ ഭർത്താവിനെ ചോദ്യം ചെയ്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. യുവതിയുടെ മുഖത്ത് ബെഡ്ഷീറ്റ് അമർത്തി ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത്. മരിച്ചെന്ന് ഉറപ്പാക്കി 1 മണിക്കൂറിന് ശേഷമാണ് ദീക്ഷിത് ബന്ധുക്കളെ വിവരം അറിയിച്ചത്. 4 വർഷത്തെ പ്രണയത്തിനു ശേഷം 1.5 വർഷം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം. മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലയ്ക്ക് പിന്നിലേക്ക് നയിച്ചതെന്ന് പ്രതി മൊഴി നൽകി. സംഭവത്തിൽ ഫോറൻസിക് വിഭാഗം ദീക്ഷിത്തിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തി. പ്രതിക്കെതിരെ പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരവും കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് മലയാളം, പാലക്കാട്.